ഞാനിന്ന് പാലക്കാട് കോടതിയിൽ ഒരു കേസിന് ഹാജരായി പുറത്തു വരുമ്പോഴാണ് മിനി പൂങ്ങാട്ട് എന്ന സിനിമ സംവിധായിക എന്നെ വിളിക്കുന്നത്. അവർ പറഞ്ഞത് ശ്രീജു മണ്ണാർക്കാട് അദ്ദേഹം നിര്യാതനായി. തീർത്തും അവിശ്വസനീയവും നമ്മിലൊരു തരം വിവരണാതീതമായ അവസ്ഥയുണ്ടാക്കുന്നതുമായ ഒരു വാർത്തയാണ്. നമുക്കതിനെ വാർത്ത എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഗ്രാമഭാരതത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഡോക്യു ഫിക്ഷൻ തോലൻ എന്ന മഹാമാന്ത്രികനെക്കുറിച്ച്, തോലൻ്റെ ഊർജസ്രോതസ്സായ തോലനമുത്തിയെക്കുറിച്ച് ഗ്രാമഭാരതം തയ്യാറാക്കുന്ന ഡോക്യു ഫിക്ഷൻ്റെ ചില റീൽ വീഡിയോസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീജു എന്നെ വിളിച്ചത്. തീർച്ചയായും മാഷോടൊപ്പം എനിക്കൊന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ നിരവധി നല്ല ലഘു സിനിമകൾ, ഒരുപാട് പ്രേക്ഷകർ ഉള്ള ഒരു ലഘു സിനിമകളുടെ സംവിധായകനാണ് താങ്കൾക്ക് എന്നിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഷി ചെയ്യാതിരിക്കുന്നതും ഞാൻ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്കറിയാം മാഷേ, ഞാൻ ഈ ചെയ്യുന്നതൊന്നും എൻ്റെ മനസ്സിലുള്ള യഥാർത്ഥ സിനിമയല്ല. പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച്, അപ്പോൾ ലഭിക്കുന്ന അവസ്ഥകൾക്കനുസരിച്ച് ഞാൻ ചിലതൊക്കെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് നല്ല സിനിമകൾ ഒരുപാട്, എനിക്ക് പ്രതീക്ഷകളുണ്ട്, എനിക്ക് സ്വപ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഞാൻ ശ്രീജു മണ്ണാർക്കാടിനെ പരിചയപ്പെടുന്നത് ഗ്രാമഭാരതത്തിൻ്റെ ഒലവക്കോട് കാര്യാലയത്തിലേക്ക് ഒരു ദിവസം ആ ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. അദ്ദേഹം അവിടെ ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ തൻ്റെ ടെലിഫിലിമിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു, പരിചയപ്പെടുന്നു. വളരെ കുറച്ചു കാലത്തെ, ഏറിയാൽ 2-3 വർഷത്തെ സൗഹൃദമേ എനിക്ക് അദ്ദേഹവുമായിട്ടുള്ളൂ. 2-3 വട്ടമേ ഞങ്ങൾ നേരിൽ കണ്ടിട്ടുമുള്ളൂ. പക്ഷേ വള്ളുവനാടിൻ്റെ സംസ്കൃതിയിൽ ഒരുപാട് സിനിമാ സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ശ്രീജു മണ്ണാർക്കാട്. അദ്ദേഹം 10ഓളം ചെറു സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ജീവിക്കാൻ വേണ്ടി ഇപ്പോഴും അദ്ദേഹം പെയിൻറ്റിങ് തൊഴിലാളിയാണ്. ആ പെയിൻറ്റിങ് തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടാകുന്നു. മൂക്കിൽ നിന്നും ചോര വന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാണൻ ഈ ലോകം വെടിഞ്ഞിരുന്നു. ശ്രീജു മണ്ണാർക്കാടിൻ്റെ വേർപാടിൽ ഞാൻ എന്താണ് പറയേണ്ടത്? എന്തു പറഞ്ഞാലും വലിയ ഒരു ശൂന്യതയാണ് ശ്രീജു മണ്ണാർക്കാടിൻ്റെ വേർപാട് എന്നിൽ സൃഷ്ടിക്കുന്നത്. അത് ഏറ്റവും കുറഞ്ഞ സൗഹൃദമുള്ള എന്നിൽ അതാണ് അവസ്ഥയെങ്കിൽ, ശ്രീജു വള്ളുവനാടൻ മേഖലയിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്ന അഭിനേതാക്കൾ, മറ്റു കലാകാരന്മാർ, ശ്രീജുവിൻ്റെ വലിയ സൗഹൃദം, അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? എൻ്റെ പരിചിത വലയത്തിൽ തന്നെ സേതു പാറശ്ശേരി, മജീഷ്യനും അഭിനേതാവുമായ സേതു പാറശ്ശേരി പിന്നീട് എന്നെ വിളിച്ച് ഈ ദുഃഖവാർത്ത പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാസു കാഞ്ഞിക്കുളം, ശില്പിയും അഭിനേതാവുമായ വാസു, അങ്ങനെ പിന്നെ നിരവധി പേർ എന്നെ വിളിച്ച് ഈ വാർത്ത അറിയിക്കുകയാണ്. എന്താണ് ഞാൻ മറുപടി പറയേണ്ടത്? സത്യസന്ധമായി പറയാം, ശ്രീജുവിൻ്റെ മരണം അംഗീകരിക്കാൻ ഇനിയും കുറേ കാലമെടുക്കും. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ തോലനെയും തോലനമുത്തിയെയും കുറിച്ച എൻ്റെ ഡോക്യു ഫിക്ഷനിൽ തീർച്ചയായും വള്ളുവനാടിൻ്റെ സംസ്കൃതി അറിയുന്ന ശ്രീജുവിൻ്റെ സഹായം എനിക്ക് ആവശ്യമായിരുന്നു. എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നു, ആ ആത്മചൈതന്യം, ഒരു കലാകാരൻ്റെ ചേതന അത്ര പെട്ടെന്ന് അസ്തമിച്ചു പോകും എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീജുവിൻ്റെ ശരീരത്തിൻ്റെ വേർപാടിൽ എല്ലാം തീരുകയല്ല. ശ്രീജുവിൻ്റെ സിനിമാ സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിലൂടെ നിർവഹിക്കപ്പെടട്ടെ, നിറവേറ്റപ്പെടട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കുമുണ്ടായ ഈ ശൂന്യത
കാലം അവർക്കതിന് പരിഹാരമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ശ്രീജു എന്ന യുവസുഹൃത്തിൻ്റെ അകാല വേർപാടിൽ ഞാൻ എൻ്റെ ശിരസ്സു നമിച്ച് ആ കലയുടെ, സിനിമയുടെ, സംവിധാനത്തിൻ്റെ, ആ യുവസുഹൃത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ എൻ്റെ ശിരസ്സു നമിക്കുന്നു. പ്രണാമം.